കോഴിക്കോട് താമരശ്ശേരിയിൽ വിമുക്ത ഭടൻ കുഴഞ്ഞു വീട് മരിച്ചതിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. മരുമകൻ ആക്ഷേപിച്ച് ഇറക്കി വിടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇതിന് പിന്നാലെ കുഴഞ്ഞു വീണ ഗോപാലൻ പിന്നീട് മരിക്കുകയായിരുന്നു. വിശദാംശങ്ങൾ ട്രീസ സെലിൻ ജോസ് നൽകും. ട്രീസ, ഈ ഗോപാലൻ കുഴഞ്ഞു വീണ മരിച്ച സമയം തന്നെ ഗോപാലന്റെ സുഹൃത്തുക്കൾ ഈ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ എന്താണ് വ്യക്തമാക്കുന്നത്? പോലീസ് കേസുണ്ടോ ഇത്? അഞ്ജിത, കഴിഞ്ഞ ജൂൺ 14-നാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നിട്ടുള്ളത്. 75 വയസ്സുകാരനായിട്ടുള്ള ഗോപാലൻ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അന്ന് താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഗോപാലൻ താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇവരുടെ മകളുടെ ബ്യൂട്ടി പാർലർ എത്തുന്നു. കൊച്ചുമക്കളൊക്കെ വളരെ കാര്യത്തോടുകൂടിയാണ് പോയി ഗോപാലിനെ സ്വീകരിക്കുന്നത്. തുടർന്നാണ് മരുമകൻ അവിടെ നിന്ന് ഇറങ്ങി വരികയും ഗോപാലിനെ അസഭ്യം പറയുകയും അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നത്. തുടർന്ന് ദിവ്യയുടെ ഭർത്താവായിട്ടുള്ള, ഗോപാലന്റെ മകളാണ് ദിവ്യയുടെ ഭർത്താവായിട്ടുള്ള വിനീഷ് ഭാര്യയെ കോവണിപ്പടിയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെയും അസഭ്യം പറയുന്നതിന്റെയും ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് ദിവ്യ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്, ദിവ്യ പോലീസിൽ പരാതി നൽകിയെങ്കിലും താമരശ്ശേരി പോലീസ് പരാതി നൽകി. എന്നാൽ ആ പരാതിയെ തുടർന്ന് കേസെടുത്തിട്ടില്ല എന്നാണ് ദിവ്യ ആരോപിക്കുന്നത്. ഇയാൾ നിരന്തരം ദിവ്യയെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനു മുൻപ് ദിവ്യയുടെ സ്കൂട്ടർ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അന്ന് താമരശ്ശേരി പോലീസിൽ ഓടിയെത്തി പരാതി നൽകിയെന്ന് ദിവ്യ പറയുന്നു. പക്ഷേ ഇതിലൊന്നും കേസെടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഇയാൾ നിരന്തരമായി ദിവ്യയെ മർദ്ദിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. കാരണം അത്രയും പൊതുവായ സ്ഥലത്ത് നിന്ന് അയാൾ അത്രയധികം ക്രൂരമായി മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം ക്രൂരമായാണ് ദിവ്യയോട് പെരുമാറിക്കൊണ്ടിരുന്നത് നമുക്ക് വ്യക്തമാകും. ഇതിൽ ഗോപാലന് വളരെയധികം മനോവിഷമം ഉണ്ടായിരുന്നു. ഇദ്ദേഹം കടയിലെത്തി കൊച്ചുമക്കളെയും മകളെയും കാണാനാണ് കടയിലെത്തിയത്. എന്നാൽ വളരെ മോശമായ രീതിയിലാണ് ദിവ്യയുടെ ഭർത്താവായിട്ടുള്ള വിനീഷ് പെരുമാറുന്നത്. വിനീഷിനെതിരെ കേസെടുത്തിട്ടില്ല എന്ന ആരോപണവുമായിട്ടാണ് ദിവ്യ നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ആ കുട്ടികൾ ഓടിയെത്തുന്നതും അതുപോലെ തന്നെ മുത്തച്ഛനെ സ്വീകരിക്കുന്നതുമൊക്കെ ഒരുപാട് വേദന നൽകുന്ന കാര്യമാണ്. ഈ ഗോപാലന്റെ മരണത്തിന് ശേഷം ഇന്നാണ് ദിവ്യ ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ, ആ ബിൽഡിംഗിലുള്ള CCTV ദൃശ്യങ്ങൾ നൽകുന്നത്. ദിവ്യ പറയുന്നത് ഇവരുടെ ബ്യൂട്ടി പാർലറിൽ നിന്നും ഒരു 50 മീറ്റർ മാത്രം അകലെയാണ് ഈ പോലീസ് സ്റ്റേഷൻ. എന്നിട്ട് പോലും പോലീസ് തന്റെ മൊഴിയെടുക്കാൻ എത്തുകയോ തന്റെ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദിവ്യ ആരോപിക്കുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ നടപടികൾ എന്തിന്റെ പേരിലായിരുന്നു ഈ മരുമകനും ഈ ഗോപാലനും തമ്മിലുള്ള തർക്കം? ഇവർ തമ്മിൽ കുറെ നാളുകളായിട്ട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. ആ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ദിവ്യയുമായി ഇയാൾ അകന്ന് ജീവിക്കുകയായിരുന്നു. പക്ഷേ നിരന്തരമായി ദിവ്യയെ വേട്ടയാടുകയും അതുപോലെ തന്നെ ഈ കുടുംബത്തെ മാനസികമായി തകർക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വളരെയധികം മനോവിഷമം അനുഭവിച്ചതായി ഗോപാലൻ തന്റെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോടും ഒക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത് വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം തന്റെ പ്രിയപ്പെട്ട മകളെയും കൊച്ചുമക്കളെയും കാണാനാണ് അദ്ദേഹം കടയിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് ആക്ഷേപിച്ചു CCTV ദൃശ്യങ്ങളിൽ പിടിച്ചു മാറ്റുന്നതാണോ ദിവ്യ? തീർച്ചയായിട്ടും ദിവ്യയാണ് ആ CCTV ദൃശ്യങ്ങളിൽ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ തുടർന്ന് ഈ വിനീഷ് ദിവ്യയുടെ പുറകെ പോവുകയും പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾ പറയുകയും ചെയ്യുന്നു. അച്ഛനെ ഇറക്കി വിട്ടതുമായി ബന്ധപ്പെട്ട് ദിവ്യ വിനീഷിനോട് സംസാരിക്കുന്നു. എന്നാൽ വിനീഷ് കയത്ത് സംസാരിക്കുകയും തുടർന്ന് ദിവ്യയുടെ പുറകെ ഫോളോ ചെയ്തു പോവുകയും ആ ബിൽഡിംഗിന്റെ തന്നെ തൊട്ടടുത്ത ഒരു വശത്തെത്തുമ്പോൾ ഗോവണിപ്പടിയിലേക്ക് ദിവ്യയെ മാറ്റി നിർത്തി സ്റ്റെപ്പിൽ തള്ളിയിട്ട് മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ ഇതൊക്കെ വ്യക്തമാണ്. ആ ഇവരുടെ രണ്ട് കുഞ്ഞുങ്ങളും ആ സ്ഥാപനത്തിലുണ്ട്, കടയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഇവരും ഇതിനെല്ലാം സാക്ഷിയായിട്ട് ആ കുഞ്ഞുങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. അഞ്ജിത, തീർച്ചയായും വളരെ വേദന തോന്നുന്നു ആ ദൃശ്യങ്ങൾ കാണുമ്പോഴും ആ സംഭവത്തെക്കുറിച്ച് ട്രീസ പറയുമ്പോഴും. എന്തായാലും പോലീസ് എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്നുള്ളത് വ്യക്തമല്ല. ശരി.